ഇന്നിപ്പോ ഞാനും ഉമ്മയും അമ്മായും വീട്ടിൽ കൂടെയുള്ള സാധനം എടുക്കാൻ വേണ്ടിട്ട് കോഴിക്കോട് വരെ പോകല. ഞങ്ങൾ മൂന്നാളും ട്രെയിനിലാണ് കേട്ടോ പോയിട്ടുള്ളത്. അങ്ങനെ കോഴിക്കോട് ഇറങ്ങിയിട്ട് നേരെ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഫസ്റ്റ് തന്നെ നിക്ഷാനിലേക്കാണ് പോയിട്ടുള്ളത്. ഓണം ആയതുകൊണ്ട് തന്നെ പുറത്തൊക്കെ നല്ല രീതിക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായി. നിക്ഷാനിലാണെങ്കിൽ ഓണത്തിന്റെ ഓഫർ ഉണ്ടായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ ഫുൾ ആയിട്ട് ഇലക്ട്രോണിക്സ് ഒക്കെ ഉള്ളത്. അവിടെ ഞാൻ ഈ ഡൈസൺ കണ്ടിട്ടുണ്ടായി. ഞാനതൊക്കെ അവിടുന്ന് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ടൈം കൊണ്ട് ബാക്കി രണ്ടാളും ഈ ഒരു പാത്രത്തിന്റെ സെക്ഷനിലോട്ട് എത്തിയിട്ടുണ്ടായി. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ ഓരോരോ മുഞ്ചുള്ള പാത്രങ്ങളൊക്കെ കാണുമ്പോഴോ എനിക്കത് മേടിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ കുറച്ചധികം സാധനങ്ങൾ തന്നെ മേടിച്ചിട്ടുണ്ടായി. അതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾ ഒരു മാംഗോ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടുണ്ടായി. എന്നിട്ട് ഇപ്പൊ അവിടുന്ന് ഹൈലൈറ്റ് മാളിലേക്കാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ നെസ്റ്റോയിലേക്കാണ് പോയിട്ടുള്ളത്. ആ പോയതിന്റെ മെയിൻ ഉദ്ദേശം ഫുഡ് മേടിക്കലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ചിക്കൻ മന്തിയും ചിക്കൻ 65 ബിരിയാണിയും ഒക്കെ മേടിച്ചിട്ടുണ്ടായി. പിന്നെ അതിന്റെ ഇപ്പുറം തന്നെ മൗസി കണ്ടപ്പോ പിന്നെ അവിടുന്ന് ഒരു അവിൽ മിൽക്ക് കൂടി മേടിച്ചിട്ടുണ്ടായി. അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നേരെ DIYയിലായിട്ടാണ് കയറിയിട്ടുള്ളത്. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് ആക്സസറീസ് ഒക്കെ മേടിച്ചു. എന്നിട്ട് നേരെ ഹോം സെന്ററിലാണ് പോയിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ മെയിൻ ആയിട്ട് നോക്കിയത് ടീ, കോഫി, ഷുഗർ എന്നുള്ള ബോക്സ് ആയിരുന്നു. പക്ഷെ അത് അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ മാക്സിൽ കയറിയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കല. എന്നിട്ട് നമ്മൾ പിന്നെ പോയത് നെസ്റ്റോക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായി. എന്നിട്ട് ഇപ്പൊ ഇവിടുന്ന് ഒരു കോഫിയും സാൻഡ്വിച്ചും ഒക്കെ കഴിക്കണം. വിജയരേഖയിലേക്ക് അങ്ങനെ വലിച്ചടിപ്പിക്കുവാണെന്നാൽ മറുവശത്തെ കോഴിക്കോടിന്റെ പ്രതിരോധം സാഗര അവിടുന്ന് നല്ലൊരു വടംവലിയൊക്കെ കണ്ടിട്ടുണ്ടായി. കുറെ ആയിട്ട് വടംവലിയൊക്കെ കണ്ടിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേന് രാത്രി ആയിട്ടുണ്ടായി. മാളിന്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ ടൈം പോണതേ തിരിയൂല. ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് ബസ് പിടിക്കല. വീട്ടിലെത്തിയപ്പോ തന്നെ ഇതാ ഈ ഒരു ഡ്രീം കേക്ക് ഞാൻ ഹൈലൈറ്റിന് മേടിച്ചിട്ടുണ്ടായി. അപ്പൊ പിന്നെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കല. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.